ഇംഗ്ലീഷിലൊരു 4 വരി നിർത്താതെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് നോക്കാത്ത ട്രിക്കുകളോ, നമ്മൾ പരീക്ഷിക്കാത്ത ക്ലാസ്സുകളോ, നമ്മൾ കാണാത്ത വീഡിയോകളോ, നമ്മൾ ഫോളോ ചെയ്യാത്ത, സബ്സ്ക്രൈബ് ചെയ്യാത്ത യൂട്യൂബ് ചാനലുകളോ ഇല്ല അല്ലേ? ഇന്നിപ്പോൾ വാട്സപ്പിലും കൂടി ഇംഗ്ലീഷ് പഠിച്ചോടെ തുടങ്ങുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ ഇംഗ്ലീഷ് മാത്രം വിചാരിച്ച പോലെ അങ്ങോട്ട് പിക്കപ്പ് ആവുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഒരു 4 വാക്ക് നിർത്താതെ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നിർത്താതെ മറ്റൊരു വ്യക്തിയോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നേരിടുന്ന വ്യക്തിയാണോ നിങ്ങളെങ്കിൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. മൈ നെയിം ഈസ് ഷിജുതോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കമ്മ്യൂണിക്കേഷൻ കൂട്ടാം. നമ്മൾ ജീവിക്കുന്നത് ഈ കമ്മ്യൂണിക്കേഷന്റെ കാലത്തായതുകൊണ്ട് എങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തെറ്റുണ്ടെങ്കിലും കോൺഫിഡൻസോട് കൂടിയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാം. അത്തരത്തിലുള്ള കുറച്ച് വീഡിയോസും ട്രിക്സും ഐഡിയാസൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും വാല്യൂബിൾ ആയിട്ട് കിട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. 5ാം ക്ലാസ്സും ഗുസ്തിയുള്ള ഒരുപാട് രാഷ്ട്രീയക്കാർ നിർത്താതെ മണിക്കൂറുകളോളം ആളുകളെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് വലിയ വലിയ പ്രസംഗങ്ങൾ നീട്ടി പ്രസംഗിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം എനിക്കും എന്തെങ്കിലും ഇതുപോലെ 4 ആളുകളുടെ മുൻപിൽ എണീറ്റ് നിന്ന് കോൺഫിഡൻ്റ് ആയിട്ട് കുറേ സമയം ഇങ്ങനെ നിർത്താതെ സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയോ? നമ്മളിൽ ഒരുപാട് ആളുകൾ ഇംഗ്ലീഷ് ശരിയാകുന്നില്ല, എനിക്ക് ഇംഗ്ലീഷിൽ 4 വാക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ഞാൻ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടുന്നു, എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ബ്രേക്ക് ഇല്ലാതെ നിർത്താതെ സംസാരിക്കാൻ സാധിക്കുന്നില്ല, എനിക്കതിൻ്റെ വാക്കുകൾ കിട്ടുന്നില്ല, പറയേണ്ട കണ്ടന്റ് കിട്ടുന്നില്ല, ടോപ്പിക്ക് കിട്ടുന്നില്ല, എന്നെ കൊണ്ട് ഇംഗ്ലീഷ് ശരിയാകുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ, ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ നമ്മൾ മനസ്സിലാകാതെ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആക്കിയിട്ട് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന വലിയൊരു ഫാക്ടർ ഉണ്ട്. നമ്മൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയുടെ പ്രശ്നം കൊണ്ടാണോ നമ്മൾക്കിത് സംസാരിക്കാൻ സാധിക്കാത്തത്? ഞാൻ എന്നോട് തന്നെ ഒരു ചോദിച്ച ചോദ്യമാണ്. ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് ഞാൻ ഇംഗ്ലീഷിൽ എടുത്തിട്ട് അതിനെ പറ്റിയിട്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ടും എനിക്ക് ഒരു 5 മിനിറ്റ് നിർത്താതെ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, എന്തുകൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കാത്തത്? എൻ്റെ ഇംഗ്ലീഷ് മോശമായത് കൊണ്ടാണോ? യെസ്, ഇംഗ്ലീഷ് അത്ര നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇംഗ്ലീഷിൽ എനിക്ക് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടാണോ? വാക്കുകൾ കിട്ടാത്തത് കൊണ്ടാണോ? അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഓക്കെ, എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാം അറിയുന്ന, നമ്മൾ കരുതുന്ന, നമ്മൾ എക്സ്പേർട്ട് ആണെന്ന് നമ്മൾ സ്വയം ധരിക്കുന്ന നമ്മുടെ സ്വന്തം മാതൃഭാഷയായ മലയാളത്തിൽ ഞാൻ ഒരു 5 മിനിറ്റ് സംസാരിച്ച് നോക്കട്ടെ എന്ന്. 5 മിനിറ്റ് മലയാളത്തിൽ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനല്ല, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ടൈമർ ഓണാക്കി, സെൽഫി വീഡിയോ ഓണാക്കി, ടൈമർ ഓണാക്കി വെച്ചിട്ട് ഞാൻ സംസാരിച്ചു. 5 മിനിറ്റ് പോയിട്ട് 2 മിനിറ്റ് പോലും എനിക്ക് മലയാളത്തിൽ ആ പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിക്കാൻ സാധിച്ചില്ല. 2 മിനിറ്റ് തികയുമ്പോഴേക്കും വാക്കുകൾ കിട്ടാതെ, ഐഡിയകൾ കിട്ടാതെ, ഇനി എന്ത് പറയണമെന്ന് കിട്ടാതെ ആ വീഡിയോ സ്റ്റക്കായിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഞാൻ തിരിച്ചറിഞ്ഞ് വലിയൊരു ഫാക്ടർ ഉണ്ട്. നമ്മൾക്ക് ഇംഗ്ലീഷിലൊരു കാര്യത്തിനെ പറ്റിയിട്ട് മറ്റൊരാളോട് സംസാരിക്കാൻ കിട്ടാത്തതിൻ്റെ അടിസ്ഥാന കാരണം, അല്ലെങ്കിൽ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് മാത്രമല്ല, നമ്മൾക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് 4 വാക്ക് സംസാരിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് നമ്മുടെ സ്വന്തം മാതൃഭാഷയിൽ പോലും ഇല്ല. നിങ്ങളെല്ലാവരും ആശ്ചര്യത്തോടുകൂടി നോക്കുന്നുണ്ടാവും അല്ലേ? മലയാളത്തിൽ ഒരു 2 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിർത്താതെ മറ്റൊരാളോട് യാതൊരു ബ്രേക്കോ ഫ്ലോനോ ഒരു കുറവും ഇല്ലാതെ, വിൽക്കാതെ, തപ്പാതെ, തടയാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ 95% ആളുകളും പറയാൻ പോകുന്ന മറുപടി എന്ന് പറയുന്നത് ഇല്ല. അങ്ങനെ ഒരു 5 മിനിറ്റ് എന്നെ കൊണ്ട് സംസാരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താണ്? നിങ്ങൾ ഈ ഭാഷയിൽ എക്സ്പേർട്ടാണ്, നിങ്ങൾക്ക് എല്ലാ വാക്കുകൾ അറിയാം, ഗ്രാമറിന് യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവലിന് കുഴപ്പമില്ല, നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ കുഴപ്പമില്ല, നിങ്ങളുടെ ആക്സെന്റ് മോശമല്ല, നിങ്ങളുടെ സ്വന്തം ജനിച്ച മാതൃഭാഷയാണ്. എന്നിട്ടും എന്തുകൊണ്ട് നമ്മൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല? നമ്മൾ ജിമ്മിലൊക്കെ പോയി 6 പാക്കും മസിൽസ് ഉണ്ടാക്കുന്നത് പോലെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നിരന്തരം ട്രെയിനിങ് കൊടുത്ത്, നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പായി വരുള്ളൂ. ഞാൻ തിരിച്ചറിഞ്ഞ വലിയൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ല 2 വാക്ക് സംസാരിക്കാൻ കിട്ടാത്തത്. നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മറ്റുള്ളൊരു വ്യക്തിയോട് ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് മറുപടി ആയിട്ട് ഒരു 2 വാക്ക് സംസാരിക്കാനുള്ള ഡാറ്റ, അല്ലെങ്കിൽ അത്രയും പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു സംഭവം നമ്മുടെ ബ്രെയിനകത്ത് ഇല്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ബ്രെയിൻ അതൊന്നും പ്രോസസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം.
എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടോ? വളരെ സിമ്പിളാണ്. മൊബൈലിൽ വീഡിയോ പിടിക്കാൻ ധൈര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു മൊബൈലിൽ സെൽഫി വീഡിയോ ഓൺ ആക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റിയിട്ട് 2 മിനിറ്റ് ടൈമർ വെക്കുക. ടൈമർ ഇല്ലെങ്കിലും വീഡിയോൻ്റെ ടൈം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ നിർത്താതെ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്ക്. 1 മിനിറ്റോ 1.5 മിനിറ്റോ ആകുമ്പോഴേക്കും നിങ്ങൾ ഭൂരിഭാഗം പേരും സ്റ്റക്കായി പോകുന്നുണ്ടാവും, എങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയാതെ. നിങ്ങളത് നിരന്തരം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുട്ടുപോലെ ഏതൊരു വിഷയത്തിനെ പറ്റിയിട്ടും 5 മിനിറ്റോ 10 മിനിറ്റോ അരമണിക്കൂറോ നിർത്താതെ സംസാരിക്കാനുള്ള ഒരു ശേഷി നിങ്ങളുടെ ബ്രെയിനിന് ഉണ്ടാവും. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ കാര്യത്തിനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്ത് കൊടുത്താലുണ്ടല്ലോ, ആ ബ്രെയിൻ ഇങ്ങനെ നമ്മൾ മസിൽസൊക്കെ ഡെവലപ്പായി വരുന്നത് പോലെ ആ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി ഡെവലപ്പായി വരികയും ഏതെങ്കിലും ഒരു ഒറ്റ ഡയലോഗ് കിട്ടിയാൽ മതി. നമ്മൾ നിമിഷ പ്രസംഗം എന്നൊക്കെ പറയില്ല, നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ഒരു പർട്ടിക്കുലർ ലൈൻ തരും, ആ ലൈനിന് അതിനെ ബേസ് ചെയ്ത് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമ്മൾ നിർത്താതെ 2 മിനിറ്റ് സംസാരിക്കണം. അത്തരത്തിൽ ടോപ്പിക്കുകൾ റാൻഡമായിട്ട് ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി ഒരുപാട് കൂടുകയും നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ചോദ്യം വന്നാൽ, ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് കിട്ടിയാൽ അതിനെപ്പറ്റി 4 വാക്ക് സംസാരിക്കാനുള്ള ഡാറ്റ നിങ്ങളുടെ ബ്രെയിനിലുണ്ട്. ഇനി നിങ്ങളുടെ ബേസിക് കുറച്ച് ഐഡിയാസ്, ബേസിക് ഇംഗ്ലീഷിലുള്ള കുറച്ച് അറിവ്, ഗ്രാമർ, വൊക്കാബുലറി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതിനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലായാൽ പോലും ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള ഒരു വ്യക്തിയോട് പറയാനായിട്ട് സാധിക്കും. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡാറ്റ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത്. അല്ലാതെ ഒരു ഫോറിൻ ലാംഗ്വേജ് നമുക്ക് അറിയില്ല എന്നുള്ള ഒറ്റ പ്രശ്നം കൊണ്ട് മാത്രമല്ല നമുക്കിപ്പോൾ സംസാരിക്കാൻ സാധിക്കും. 95% ആളുകളുടെയും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടിന്റെ ഒരു ബേസിക് പ്രശ്നം നമുക്കിപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് നമ്മളിൽ ഭൂരിഭാഗം പേരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് അത്തരത്തിലൊരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കും സ്വയം തോന്നി യെസ് എനിക്കും സ്വന്തം മാതൃഭാഷയിൽ സംസാരിക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് ഉണ്ടെന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, പറയാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ സെൽഫി വീഡിയോ കൊടുക്കുക. ഇനി വീഡിയോ എടുക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്ന് നിങ്ങളെ തന്നെ കണ്ട് സംസാരിക്കുക. അപ്പോൾ എന്താണെന്ന് പറയുക, നിങ്ങളുടെ മുഖത്തെ ഭാവങ്ങൾ അപ്പോൾ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ഒന്നും കിട്ടാതാകുമ്പോൾ നിങ്ങളുടെ മുഖത്ത് വരുന്ന ഭാവമാറ്റങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും യെസ് ഞാൻ ഈ ഒരു എക്സ്പ്രഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്ന വ്യക്തിക്ക് മനസ്സിലാവും എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻസ് മാറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് മറ്റുള്ളവരോട് വളരെ പ്ലസൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ എബിലിറ്റി വളരെയധികം കൂടും. ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ട് കുറച്ചധികം നേരം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമായിട്ട് മാറും. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ലെവല് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾ ബേസിക് കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ടുപോലെ ഏതൊരു വ്യക്തിയുടെ യാതൊരു കോൺഫിഡൻസ് കുറവില്ലാതെ നിവർന്ന് നിന്ന് തല ഉയർത്തി പിടിച്ചിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം, ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ ഒരു വാലിഡ് പോയിന്റ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തുകൊണ്ട് ലൈക്ക് ചെയ്യാൻ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആണ് എന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി മാത്രം ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം ഓഡിയൻസിന് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുകയും ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ഫീഡ്ബാക്ക് കൂടി ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ നമ്മുടെ സ്കിൽസ് കൂട്ടാന്നൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ മുന്നും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നവരിക്കും നന്ദി, നമസ്കാരം. ദിസ് ഈസ് ഷിജുതോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ. മറക്കണ്ട 2 മുതൽ 5 മിനിറ്റ് വരെ മലയാളത്തിൽ സംസാരിച്ച് നോക്കിയിട്ട് പറ്റുന്നുണ്ടോ എന്ന് തിരിച്ചറിയുക.